ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ന്യൂ യൂട്യൂബേഴ്സിനും അതുപോലെ പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. മ്യൂസിക് എവിടെ നിന്ന് കിട്ടും, അതുപോലെ കോപ്പിറൈറ്റ് എന്നാൽ എന്ത്, റീയൂസ്ഡ് കണ്ടൻറ് എന്താണ്, അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല, അറിയാത്തവരാണെങ്കിൽ 100% നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ആദ്യം തന്നെ മ്യൂസിക്കിനെ കുറിച്ചിട്ട് പറയാം. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ചിലപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഏത് ആപ്പിലാണോ എഡിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ കൈൻമാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഷോട്ട് ആയിരിക്കാം, അതിലൊക്കെ ഒരുപാട് മ്യൂസിക്കുകൾ കിട്ടും. അതിൽ നിന്നുള്ള മ്യൂസിക്കുകൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. ആ മ്യൂസിക്കുകളൊക്കെ പിന്നീട് നമുക്ക് അതിൽ നിന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റു പല സോഴ്സുകളിൽ നിന്നും മ്യൂസിക്കുകൾ എടുത്ത് ആഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയും ചെയ്യാതിരിക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മ്യൂസിക്കുകൾ നമ്മുടെ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ കിട്ടും. അത് പലർക്കും അറിയില്ല. പലരും അത് അറിയാതെയാണ് ഈ തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നത്. നമ്മൾ അതിൽ നിന്നാണ് മ്യൂസിക് എടുക്കുന്നതെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒന്നും വരില്ല. മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഇല്ലാത്തവരാണെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ studio.youtube.com സെർച്ച് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിൽ ഓഡിയോ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഒരുപാട് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകൾ കാണാൻ സാധിക്കും. അത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുത്ത മ്യൂസിക്കുകൾ നമ്മൾ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അവിടെ മ്യൂസിക് നമ്മൾ തിരഞ്ഞെടുക്കൂലേ, ആ ഒരു ഭാഗത്ത് ചെന്നാൽ നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടുള്ള മ്യൂസിക് അവിടുന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യുക. ഇങ്ങനെ മ്യൂസിക്കുകൾ എടുത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒന്നും കിട്ടൂല. ഞാനിതുപോലെയാണ് മ്യൂസിക്കുകളൊക്കെ ആഡ് ചെയ്യുന്നത്. ഇതുവരെയായിട്ടും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇനി അടുത്തതായിട്ട് കോപ്പിറൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോപ്പിറൈറ്റ് 2 വിധമുണ്ട്. ഒന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കും, രണ്ടാമത്തത് കോപ്പിറൈറ്റ് ക്ലെയിമും. നമ്മൾ മറ്റൊരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ, അവരുടെ ഫോട്ടോ, അവരുടെ മ്യൂസിക്കൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ ക്ലെയിമൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. കോപ്പിറൈറ്റ് ക്ലെയിം ആണെങ്കിൽ അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ ചാനലിന് അത് അധികം ബാധിക്കില്ല. ആ വന്ന ഭാഗം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയാൽ ആ ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് മ്യൂട്ടാക്കുക ചെയ്താൽ അത് വലിയ പ്രശ്നമായി വരില്ല. എന്നാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് വരുന്നതെങ്കിൽ അത് പേടിക്കാനുള്ളൊരു സംഭവം തന്നെയാണ്. 3 സ്ട്രൈക്കൊക്കെ നമുക്ക് ഒരുമിച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ യൂട്യൂബിന് തന്നെ നമ്മുടെ ചാനൽ ബാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ തന്നെ ഇല്ലാതാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ വരാതെ സൂക്ഷിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ, അവരുടെ ഫോട്ടോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇനി അടുത്തതായിട്ട് റീയൂസ്ഡ് കണ്ടൻ്റ് ആണ്. റീയൂസ്ഡ് കണ്ടൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ അതുപോലെ നമ്മൾ നമ്മുടെ ചാനലിലും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ തന്നെ വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോ വീണ്ടും എടുത്ത് അപ്ലോഡ് ആക്കുകയാണെങ്കിൽ അതും റീയൂസ്ഡ് കണ്ടൻറ്റിൽ വരും. റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നാലും നമ്മുടെ ചാനലിന് പ്രശ്നമാണ്. അത് മോണിറ്റൈസ് ഒക്കെ ആവുന്ന ഒരു അവസരത്തിൽ അത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. നമുക്ക് മോണിറ്റൈസേഷൻ കട്ടാവും. അപ്ലൈ ചെയ്യാനൊന്നും കഴിയൂല. പിന്നീട് നമ്മൾ റീ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒരുപാട് വീഡിയോസ് നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടി വരും. നമ്മൾ റീയൂസ്ഡ് കണ്ടൻറ്റ് ഏതൊക്കെയാണോ എടുത്തിട്ടുള്ളത് അതൊക്കെ ഡിലീറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വാച്ച് അവറും കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് അതും ചെയ്യാതിരിക്കുക. നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ തന്നെ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ നമുക്ക് അറിയാതെ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വൈറലായിട്ടുള്ള ഷോർട്സൊക്കെ എടുത്തിട്ട് നമ്മുടെ വീഡിയോയിലും ഷോർട്സ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഷോർട്സ് ആയിക്കോട്ടെ, ഇനി ലോങ് വീഡിയോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള വീഡിയോസൊക്കെ മോണിറ്റൈസേഷന് മുന്നേ തന്നെ അതൊക്കെ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നമ്മുടെ ചാനലൊന്ന് നോക്കുക. നമുക്കേ അറിയുള്ളൂ റീയൂസ്ഡ് വന്നിട്ടുള്ള കണ്ടൻറ്റ്. നമ്മളാണ് നമ്മുടെ ചാനലിൽ
വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ചാനലിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കേ അത് അറിയുള്ളൂ. അപ്പം നമ്മൾ തന്നെ അത് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മോണിറ്റൈസേഷനൊക്കെ അപ്ലൈ ചെയ്യുന്നൊരു അവസരത്തിൽ ചിലർ മറ്റുള്ളവർക്ക് അറിയുന്നവരെ ഏൽപ്പിക്കുന്നവരുണ്ടാവും. അവർക്കറിയില്ല ഇതിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നാലും ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ തന്നെ അതിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണം. അത് നമ്മൾ ഡിലീറ്റ് ആക്കുക. അങ്ങനെ ആകുമ്പം ഒരു പ്രശ്നവും വരില്ല. പിന്നീട് ആ ഒരു തെറ്റ്, റീയൂസ്ഡ് വരുന്ന തെറ്റുകൾ നമ്മൾ തന്നെ ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള യൂട്യൂബിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെങ്കിലും നമുക്ക് ചെറിയൊരു അറിവെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ സിമ്പിളായിട്ട് മോണിറ്റൈസേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് മോണിറ്റൈസേഷനും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ടൈമിലായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരിക. അത് അപ്പോഴായിരിക്കും റീയൂസ്ഡ് കണ്ടൻറ്റിനെ കുറിച്ചും അതുപോലെ കോപ്പിറൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നതും അതിനെക്കുറിച്ച് അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് നോക്കുന്നതും. ആ ഒരു ടൈമിൽ ചെയ്യുന്നത് കുറച്ച് മുന്നേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. എൻ്റെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്